നമസ്കാരം. സബലമി യാത്രയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഖത്തറിൽ, പ്രത്യേകിച്ച് ദോഹയിൽ വളരെ വിജയകരമായി ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മുഹമ്മദ് തെക്കനെത്തിയതിൽ സ്വാഗതം ചെയ്യുന്നു വളരെ സന്തോഷത്തോടെ. നമസ്കാരം. എവിടെയാണ് സാറേ? എടപ്പാളിൽ എവിടെയാണ്? എടപ്പാള് പട്ടാമ്പി റോഡിന് കുമരനെല്ലൂർ. കുമരനെല്ലൂർ. ആ, നല്ല ഗ്രാൻഡ് സ്ഥലമല്ലേ കുമരനെല്ലൂർ? അതെ. ഒരുപാട് പഴയ ഗവൺമെന്റ് ഹൈസ്കൂള്, രജിസ്റ്റർ ഓഫീസ്, അങ്ങനെയുള്ള കുറെ ഗവൺമെന്റ് ഓഫീസുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നല്ല സുന്ദരമായ സ്ഥലമാണ്. ഗ്രാമീണ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലം നമ്മളവിടെ ഒരു നരിമാൻകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പണ്ട് കാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ പോയിരുന്ന കാലത്ത് അങ്ങോട്ട് കയറിപ്പോവും. അവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരം നടന്നു പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലമാണ് നരിമാൻകുന്ന്. അതൊക്കെ ഒരു ഭാഗങ്ങളൊക്കെ അടച്ചിട്ടിട്ട് അവര്, പക്ഷെ ഇപ്പോഴും അതവിടെ ഉണ്ട്. അല്ല, ആ ചെറുപ്പകാലത്തിലൊന്നും ആലോചിച്ച് നോക്കി, സ്കൂളിൽ പോകുമ്പോ സ്കൂളിൽ നിന്നൊക്കെ പതുക്കെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് പതുക്കെ ഒന്ന് പോകുവാൻ. അടിപൊളി. അതൊരു രസമായിരുന്നു അന്നത്തെ കാലത്ത്. വാപ്പയുടെ പേര് അബ്ദു. ഉപ്പാക്ക് നാട്ടില് ഒരു കച്ചവടം ഉണ്ടായിരുന്നു, ചായ കച്ചവടം ഉണ്ടായിരുന്നു. ടൗണിൽ തന്നെ, സെൻട്രലിൽ തന്നെ. ഒരു എണ്ണം പറയുന്നെങ്കിൽ ഒരു 3-4 കടകളിൽ ഒരു കട. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് അവിടുന്ന് ഫ്രീ ആയിട്ടും അല്ലാതെയും ഭക്ഷണം കഴിച്ച ഒരുപാട് പേരുണ്ട്. കൊടുക്കും. വാപ്പ കൊടുത്തിരിക്കും. വാപ്പയുടെ ഒരു പേരാണ്, ആ ഒരു പേരാണ് ഇന്നും ഞങ്ങള് നിലനിന്ന് പോകുന്നത്. മക്കളങ്ങനെ പറയുമ്പോൾ ഒരു അഭിമാനം. അത് വാപ്പാടെ പേരിലാണ് ഞങ്ങൾ ഇന്ന് നിലനിന്ന് പോകുന്നത്. ആ ഒരു പേരൊന്നും ഉണ്ട്. വാപ്പാടെ കടയിൽ നിന്ന് ചായ കഴിക്കാത്ത ഒരുവിധം ആരും ഇന്ന് ഈ പ്രായത്തിലുള്ളവരാരും ഇല്ല എന്ന് തന്നെ പറയാം. കഴിക്കാത്തവരായിട്ട് ആരും ഇല്ല. വാപ്പനെ സഹായിക്കാനൊക്കെ പോകുമായിരുന്നു ഇഷ്ടം പോലെ. 10ാം ക്ലാസ് പഠിക്കുമ്പോഴും കടയിൽ പോയിട്ടാണ് ഇവരെ സ്കൂളിൽ പോയിരുന്നത്. അന്നൊക്കെ എന്തൊക്കെയാണ് വിഭവങ്ങൾ? അന്ന് ഞങ്ങൾക്ക് കപ്പായിരുന്നു മെയിനായിട്ട്. കപ്പയും മത്തിയും, പിന്നെ ബീഫ്, പിന്നെ പഴങ്ങള്, പഴംപൊരി, വെള്ളപ്പം. ഊണുണ്ടായിരുന്നില്ല. മെയിനായിട്ട് ഇതായിരുന്നു. കാരണം നിങ്ങളുടെ നാട്ടിൽ വരുമ്പോഴും ഒരു മീൻ സാമ്പാർ കിട്ടും. ഊണിന് സാമ്പാർ ഉണ്ടായിരുന്നു. ഒരു മീൻ സാമ്പാറാണ്. അതൊരു ഒരു ഉണക്കമീൻ അതിലിട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഞങ്ങൾ പ്രോഗ്രാമിന് പോകുമ്പോൾ എടപ്പാട് ഭാഗത്ത് ഊണ് കഴിക്കുള്ളൂ. അവിടെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞങ്ങളുടെ ഭാഗത്ത് പ്രത്യേകിച്ച് 2 ഷോപ്പുകളാണ് മെയിനായിട്ട് ഇതിന്റെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഊണുണ്ടായിരുന്നില്ല. ബാക്കിയാണ് പിന്നെ നല്ല മട്ടൻ ചാപ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു മരണപ്പെട്ടിട്ട് എന്നൊക്കെ ഈ വർഷത്തിൽ 4ാമത്തെ വർഷമാണ് അല്ലേ. അതിന് മുമ്പ് ഒരു 10 വർഷം മുമ്പ് പുള്ളി കച്ചവടം ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങളായിട്ട് ഇല്ല. അല്ല, അതൊക്കെ പൊളിച്ചു പോയി, എല്ലാം ഒഴിവാക്കി പോയി. ഉമ്മേന്റെ പേര് ആയിഷ. എപ്പോഴും ഉണ്ട്. അൽഹംദുലില്ലാ. അവരാണ് നമ്മളെ എനർജി. എപ്പോഴും ആഴ്ചയിൽ 3-4 ദിവസം വിളിക്കും. അവരായിട്ട് അന്വേഷണം നടത്തും. കാണല്, സംസാരിക്കണം. അല്ല, ഞാന് എനിക്ക് എപ്പോഴോ കാണാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ അവരടുത്ത് പോകും. അങ്ങനെ ഒരു വെയിറ്റിംഗ് ഇല്ല. എപ്പോഴും അവർക്ക് എന്നെ കാണാൻ തോന്നിയാലും എനിക്ക് അവരെ കാണാൻ തോന്നിയാലും ഞാൻ അവരെ കാണാൻ പോകും. അത് തോന്നും. അപ്പൊ ഞാനിപ്പോ പോവാണ്, അടുത്ത മാസം വീണ്ടും കാണാൻ പോവാണ്. പനിയോ നാട്ടിലുള്ളതുകൊണ്ട് അപ്പോ പോയിട്ടില്ല. ഞങ്ങളെ മാസ്റ്റർ വിഷന്റെ അന്വേഷണം പറഞ്ഞു. താങ്ക് യു. ദർശന ടിവിയിൽ ഇങ്ങനെ ചെയ്തു. തീർച്ചയായും ഉടനെ തന്നെ കാണാന്ന് പറഞ്ഞു കേട്ടോ. തീർച്ചയായിട്ടും. അവരോട് ഞങ്ങള് 4 പേരായിരുന്നു മക്കള്. 4 പേര്. ഞാൻ മൂത്തതാണ്. പിന്നെ എന്റെ നേരെ ഒരു പെങ്ങള്. പെങ്ങളുടെ പേര് ആമിന. പിന്നെ അവര് നാട്ടിൽ തന്നെയാണ്. അടുത്ത ആള് അബ്ദുറഹ്മാൻ, അനിയൻ. പിന്നെ അഷറഫ്. 2 പേരും ഇവിടെ ഉണ്ട്. അഷറഫ് ഇപ്പൊ നാട്ടിലാണ്. ഇവരവിടെ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പഠനം കുമരനെല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ. 10ാം ക്ലാസ് വരെ പഠിച്ചു. അത്യാവശ്യത്തിന് പഠിക്കായിരുന്നു. പിന്നെ അന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോ ഖത്തറിലോട്ട് പോന്നു.
അന്ന് ഞങ്ങള് ഒരു ഫുട്ബോളായിരുന്നു മെയിൻ പ്രധാന പ്രൈസ്. ക്ലബൊക്കെ ഉണ്ടാക്കി, സന്തോഷ് സ്പോർട്സ് ക്ലബ്ബ് കുമരനെല്ലൂർ, ഇന്നും ഫേമസ് ആണ് സന്തോഷ്. അന്ന് ക്ലബിലൊക്കെ പോയി കളിക്കുമായിരുന്നു. സ്കൂൾ ടീമിലൊക്കെ പോയിട്ട് ഞങ്ങൾ സ്റ്റേറ്റിലെ ഇതിലായിട്ട് ഡിസ്ട്രിക്റ്റായിട്ട് പോയി കളിക്കുമായിരുന്നു. ലാസ്റ്റ് കളിച്ചത് പട്ടാമ്പിയിലായിരുന്നു, ചെർപ്പുളശ്ശേരിയായിട്ട് ഫൈനലില്. സ്പോർട്സ് ക്ലബ് സന്തോഷ് സ്പോർട്സ് ക്ലബ് ഇപ്പോഴും സജീവമായിട്ടുണ്ട്, ഇടപ്പാളിലുണ്ട്, കുമരനെല്ലൂര്. അപ്പൊ ആദ്യകാല മെമ്പറാണ്. മെമ്പറാണ്. ലീവിലൊക്കെ പോകുമ്പോ പോവാറുണ്ടോ അവിടെ? കാണാറുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് ഇങ്ങനെ ഇപ്പൊ സ്വന്തമായിട്ട് ബിൽഡിംഗ് എല്ലാം വെച്ചു ക്ലബ്ബ്. അപ്പൊ അതിന്റെ ഒരു ഉഷാറിലാണ് ഇപ്പൊ പോകുന്നത്, ഉഷാറായിട്ട് പോകുന്നത്. അതെ അതെ. പ്രചോദനമായ അധ്യാപകരുടെ പേര് ചോദിച്ചാൽ? പ്രചോദനമായ അധ്യാപകന്റെ പേര് അന്ന് വേലായുധൻ മാഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഞങ്ങൾ പഠിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരുപാട്. പിന്നെ അതുപോലെ കമ്മു മാസ്റ്റർ അദ്ദേഹം മരണപ്പെട്ടു, രണ്ടുപേരും മരണപ്പെട്ടു പോയി. പക്ഷെ അതൊക്കെ ഒരു പ്രചോദനമായിരുന്നു. പിന്നെ ശാരദ ടീച്ചർ ഞങ്ങളെ അയൽവാസിയാണ്. വളരെ കംഫർട്ടായിരുന്നു. പിന്നെ അതിൽ പ്രത്യേകിച്ചുകൊണ്ട് അബ്ദുള്ള മാഷ് എന്ന് പറഞ്ഞ മാഷുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യായിരുന്നു എപ്പോഴും. ഇവരുടെയൊക്കെ പേര് പറയുമ്പോൾ മുഖത്തൊരു തിളക്കമുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മളെ പഠിപ്പിച്ച നമ്മളെ അധ്യാപകരല്ല അവരൊക്കെ. അവർ നമ്മളൊരിക്കലും ഈ പേര് ഇനിയും പേരുകൾ നമ്മളെടുത്തിട്ടുണ്ട്. രാധാകൃഷ്ണ മാഷ്, നളിനി ടീച്ചർ, രാധ ടീച്ചർ, ഇവരൊക്കെ നമ്മളെപ്പോഴും സപ്പോർട്ടിങ് ആയിരുന്നു. വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നതാണ് അവരൊക്കെ. ജീവിതത്തിൽ അവരൊന്നും മറക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഫൽഗുണ മാഷ് എന്ന് പറയുമ്പോൾ ഹിന്ദി ഒന്നും അറിയാത്ത രീതിയിൽ ഞങ്ങൾ ക്ലാസ്സിൽ ചെല്ലുമ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ വരണം, ഓഫീസിൽ വരണം എന്ന് പറയും. അപ്പോ അദ്ദേഹം വിളിച്ചു കൊണ്ടുപോയി നമുക്ക് സ്പെഷ്യലായിട്ട് ഒന്നും വാങ്ങിക്കാതെ ഒന്നും ചോദിക്കാതെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ പഠിപ്പ് തന്നെ ആയിരുന്നു എന്റെ ഇവിടെ വരുമ്പോ എനിക്ക് 2 വാക്ക് ഹിന്ദി സംസാരിക്കാൻ കിട്ടിയ പ്രചോദനം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത്. വളരെ അഭിമാനകരമായ കുറെ സമയങ്ങളാണ്. പിന്നെ MT ഗോവിന്ദൻ നായർ മാഷായിരുന്നു അവിടുത്തെ ഹെഡ് മാഷ് ലാസ്റ്റ് വരുമ്പോൾ ക്ലാസ് വിടുമ്പോൾ. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഫാമിലി മീറ്റ് ഉണ്ടായിരുന്നു, സ്കൂൾ മീറ്റ് ഉണ്ടായിരുന്നു 76-77. അതെനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ഞാനന്ന് ഹോസ്പിറ്റലിലായിരുന്നു. ആ സമയത്ത് ഞങ്ങള് എല്ലാവരും കൂടി 100 ചില്ലാൻ ആളുകൾ പങ്കെടുത്തു. അതിൽ ഞാൻ ഇതുപോലെ അത് യൂട്യൂബ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ക്യാമറയിലാണ് ഞാൻ അവരെ ഫേസ് ചെയ്ത് സംസാരിച്ചത്. ഞങ്ങളൊരു 5 പേരുണ്ടായിരുന്നു, 3 പേര് പുറത്തും ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ഞങ്ങള് നേരിട്ടിട്ട് അവരോട് പിന്നെ ക്യാമറ വെച്ചിട്ട് ഞങ്ങൾ മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് അവിടുന്ന് അവരായിട്ട് ഫേസ് ചെയ്ത് സംസാരിച്ചു. ഇനി അടുത്ത വർഷം വീണ്ടും കൂടുന്നുണ്ട്. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് പേര്, അതിൽ 2-3 പേര് ഇപ്പൊ അതിനുശേഷം മരണപ്പെട്ടു പോയി. സമയത്തൊന്നും ഒരുമിച്ച് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞ അവസരത്തിലായിരുന്നു ആ മീറ്റിംഗ് നടന്നത്. ഭയങ്കര പരിപാടിയായിരുന്നു, വളരെയധികം വിജയിച്ചു. പഴയ സുഹൃത്തുക്കളെല്ലാവരും എല്ലാവരും 76-77 ബാച്ച്. അടുത്തതിനായിട്ട് കാത്തിരിക്കുകയാണ്. എന്തായാലും പോകണം, അത് പോയിരിക്കില്ല. ഇനി നമ്മുടെ ജീവിതത്തിൽ അതൊക്കെയാണ് ഉള്ളത് നമുക്ക് കൂടുതലുള്ളത്. ഈ സംസാരിക്കുമ്പോൾ ഒരു സാഹിത്യ അഭിരുചി എനിക്ക് തോന്നുന്നുണ്ട്, അതിൽ തെറ്റുണ്ടോ? തെറ്റുണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ സാഹിത്യപരമായിട്ടൊന്നും ഇല്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല. പക്ഷെ ഇതിന് വായന എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു മുഖ്യ ഘടകമാണ്. അത് തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ട്. ഈ അടുത്തൊരു ചാലഞ്ചിൽ പങ്കെടുത്തിരുന്നു, അതിനൊരു ഗിഫ്റ്റൊക്കെ കിട്ടി. വായന എപ്പോഴും പൊതുവായിട്ടുള്ള വിവരങ്ങൾ, പിന്നെ നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളും വായന ഒക്കെ പഠിക്കാം. പണ്ട് ചെറുപ്പകാലത്തിലൊക്കെ നമുക്ക് രാവിലെ തന്നെ ഒരു ചായയും പത്രവും അല്ലേ, അതിന്റെ ഒരു സുഖം വേർന്നാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ. പത്രം വായിക്കാത്ത ദിവസങ്ങളില് അന്നത്തെ ദിവസം ഉണ്ടാവില്ല, ഒരു മൂഡ് ഇല്ല, ഒന്നിനും ഒരു മൂഡില്ല. ഇപ്പോഴും രാവിലെ എടുത്താൽ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ പത്രം നോക്കും. ഒരു ചായ കയ്യിലുണ്ടാവണം അല്ലെ, അല്ലെങ്കിൽ അടുത്തുണ്ടാവണം. ഉപ്പാക്ക് ചായക്കട ഉണ്ടാകുമ്പോ കാലത്ത് ആദ്യം ചായ കുടിക്കുക ഞാനാ, എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുള്ളൂ. അതാണ് അതിന്റെ അതൊരു രസമായിരുന്നു. അതെ അതെ. ഈ ബിസിനസ് രംഗം തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഞാൻ 1980 ഖത്തറിലെത്തിയത്. പക്ഷെ ഉപ്പാക്ക് പിന്നെ ബിസിനസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബിസിനസ് ലാഭം മാത്രമല്ല, ജനങ്ങളുമായിട്ടുള്ള ഒരു സഹവാസം, ജനങ്ങളൊരു കൂടി ഇടപെടലുകൾ, അതാണ് നമ്മളെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ആക്കിയിട്ടുള്ളത്. അപ്പൊ അന്ന് മുതലേ ഇവിടെ വരുമ്പോൾ ഞാൻ സ്പോൺസർ വീട്ടിൽ ഡ്രൈവറായിട്ടാണ് വന്നത്. എന്റെ കസിനാണ് എനിക്ക് വിസ തന്നത്, ഹനീഫ് എന്ന് പറയും. ഉപ്പാടെ ജ്യേഷ്ഠന്റെ മോനാണ്. ആദ്യത്തെ വന്നു, അവിടെ വന്ന് സ്പോൺസറെ കയ്യിൽ 10 വർഷത്തോളം ജോലി എടുത്തു. അതിനുശേഷം സ്വന്തമായിട്ട് ടാക്സി
ഓടി. അന്ന് ഒരു മഞ്ഞ ടാക്സി ഉണ്ടായിരുന്നു അവിടെ. അത് ഇപ്പോഴും അതൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ ഒരു ഇതാണ്. അതൊരു 5 വർഷം എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബിസിനസ് രംഗത്തേക്ക് വന്നത്. അത് മാനസികമായിട്ടുള്ള എൻ്റെ കസിനും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടാണ് ബിസിനസ് രംഗത്തേക്ക് വന്നത്. ഇവിടെ ഉയർന്നു പോകണം, നമ്മുടെ ജീവിതം ഒന്ന് കുറച്ചും കൂടി മെച്ചപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുള്ളത്. അത് തെരഞ്ഞെടുത്ത വഴി എനിക്ക് ഈ ഫീൽഡിലായിട്ട് കാര്യമായിട്ടുള്ള ഒരു ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നു. അനിയനായിരുന്നു കൂടുതൽ. അനിയൻ എന്ന് പറഞ്ഞ കസിന്റെ. അപ്പൊ ഇക്ക ഖത്തറിൽ വന്നിട്ട് 10 വർഷത്തോളം ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം 1995 ഞാൻ ഈ ഒരു ബിസിനസ് രംഗത്തേക്ക് വന്നത്. ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ്, എല്ലാത്തരം മെറ്റീരിയൽസ് നമ്മൾ അതിലെല്ലാ ഓൾ റേഞ്ച് ഉണ്ട്. ഇതിപ്പോ എവിടെയാണ് ഈ സ്ഥാപനം? ഇപ്പോ ഉള്ളത് ഗറാഫയിലാണ്. പിന്നെ നെജ്മയിൽ ഒരു ഷോപ്പുണ്ട്, വക്രയിൽ ഒരു ഷോപ്പുണ്ട്. നമ്മളിപ്പോ ഈ ഷൂട്ട് നടക്കുന്നത് അൽജമാൽ ട്രേഡിംഗ്. ഈ നെജ്മ ഏരിയയിലുള്ളത് ഇക്കോ ഹോം ട്രേഡിംഗ് ആണ്. വക്രയിലുള്ള അൽജമാൽ ട്രേഡിംഗ്, ഗറാഫയിലുള്ള അൽജമാൽ ട്രേഡിംഗ്. പണ്ട് ഞങ്ങളുടെ ഷോപ്പിന്റെ പേര് അൽഹസാബി ട്രേഡിംഗ് ആയിരുന്നു. അതായിരുന്നു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ. അന്ന് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, കസിൻ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരായിട്ടുള്ള പിന്നെ നമ്മളൊന്ന് മാറി സ്വന്തമായിട്ട് തുടങ്ങുന്ന ആഗ്രഹം ഉണ്ടായതിന്റെ പേരിൽ നമ്മൾ അവിടുന്ന് മാറി സ്വന്തമായിട്ട് അൽജമാൽ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്നിട്ട് പിന്നെ 2 ഷോപ്പുകൾ നമ്മൾ ഓപ്പൺ ചെയ്തു. 3 ഷോപ്പ് സ്വന്തമായിട്ടുണ്ട്. അതിനിടയിൽ ഒരു ഓൺലൈൻ ബിസിനസ് കൂടെ നമ്മൾ നടക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ കുറച്ച് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഓൺലൈനിൽ അല്ല ഡിജിറ്റൽ യുഗമാണ്. അത് വരുമ്പോൾ നമ്മളത് പ്രയോജനപ്പെടുത്തണം. അതെ, അത് നന്നായിട്ട് പോകുന്നുണ്ട്. ശരിക്കും 10 വർഷം എത്ര വർഷം സജീവമായിട്ട് 2010 മുതൽ നമ്മൾ സജീവമായിട്ട് സ്വന്തമായിട്ടുള്ള ബിസിനസ്. 13 വർഷം ആയപ്പോ നമ്മള് ആദ്യത്തെ 10-15 വർഷത്തോളം നമ്മള് പാർട്ട്ണർഷിപ്പിലായിരുന്നു. അവിടുന്ന് മാറിയിട്ട് ഇപ്പൊ 13 വർഷമായി. ഇപ്പോ ഖത്തറിൽ അത്യാവശ്യം എല്ലാ കോൺട്രാക്ടേഴ്സും എല്ലാവരുമായിട്ട് അതേപോലെ സജീവമാണ് ഇപ്പോഴും. അല്ല, നമ്മള് ഈ ബിസിനസ്സിൽ നിന്ന് അങ്ങ് പഠിച്ചൊരു പാഠം ഉണ്ടാവും തീർച്ചയായിട്ടും. ബിസിനസ്സിൽ നമ്മൾ പഠിച്ച സത്യസന്ധമായുള്ള ബിസിനസ് നമ്മൾ ചെയ്യുക, അതൊരു കളങ്കമില്ലാത്ത ബിസിനസ് ചെയ്യുക, എല്ലാവരോടും നല്ല രീതിയിൽ എല്ലാ ബന്ധങ്ങളും പഴയ പോലെ തന്നെ തുറന്നു കൊണ്ടുപോവുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹാർദ്ദങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ് ജനങ്ങളുമായിട്ടുള്ള സൗഹാർദ്ദങ്ങൾ, ആരായിട്ടും വഴക്കില്ലാതെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മുടേത്. അതിൽ നമുക്കൊരു ടൈം പാസ് ആണ്. ഇപ്പൊ എന്റെ മോനാണ് മെഹബൂബ് എന്ന് പറഞ്ഞ മൂത്ത മോനാണ് ഇപ്പൊ സജീവമായിട്ട് രംഗത്തുള്ളത്. മെഹബൂബ് ആളുകൂടെ ഉണ്ട്. ആള് വന്നിട്ട് പുള്ളിനെയാണ് ഇപ്പൊ നമ്മളെല്ലാം ഏൽപ്പിച്ച് നമ്മളൊന്ന് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം. അവരിപ്പോ 10 വർഷമായിട്ട് എന്റെ കൂടെ തന്നെയാണ്, 13 വർഷമായിട്ട് എന്റെ കൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന്. നമ്മുടെ അവിടെ ബിൽഡിംഗിൽ ഈ ചില സാധനങ്ങളൊക്കെ മേടിക്കുമ്പോ KG അളവ് നടത്തണം. അത് എന്താന്ന് വെച്ചാൽ മുന്നേ ഇവിടെ ചില ഐറ്റംസ് എല്ലാം 6 കിലോ 7 കിലോ എല്ലാം വന്നിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞ് എല്ലാവർക്കും പ്രൈസിലാണ് നോട്ടം, ബാർഗനിങ് ആണ് എല്ലാവർക്കും ആവശ്യം. ക്വാളിറ്റി ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൈസിൽ വാല്യൂല് വ്യത്യാസം വരും. അപ്പൊ അത് വേണ്ടവർക്ക് അത് കൊടുക്കാം, പക്ഷെ പറഞ്ഞിട്ടേ കൊടുക്കാവൂ എന്ന നിർബന്ധം നമുക്കുണ്ട്. ഇപ്പോ നമ്മൾ 2 കിലോ എന്ന് പറഞ്ഞിട്ട് സാധനം വാങ്ങിക്കുമ്പോ അതുണ്ടാകുന്നത് 1,800 ഇപ്പൊ വരുന്നത്. പക്ഷെ നമ്മളത് 1,800 പറഞ്ഞാൽ മതി, 2 കിലോ പറയണ്ട. പിന്നെ അതിന്റെ തിക്നെസ്സിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പൊ ഞാൻ വിചാരിക്കും ഞങ്ങള് ബിസിനസ് തുടങ്ങുന്ന അവസരത്തില് 12 കിലോ വന്നിരുന്ന അതേ ഐറ്റം തന്നെയാണ്, അതേ പാക്കറ്റിൽ തന്നെയാണ് ഇപ്പൊ വരുന്നത് 2.5 കിലോനാണ് വ്യത്യാസം വരുന്നത്. നമ്മള് പണ്ട് ചെയ്തിരുന്ന ചാനൽസ് എല്ലാം ചെയ്തിരുന്നത് 0.5 mm ആയിരുന്നെങ്കിൽ ഇപ്പൊ 0.3 ആണ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ പ്രൈസ് ബാർഗനിങ്, കസ്റ്റമേഴ്സിന് അത്ര ക്വാളിറ്റി ഉള്ളത് വേണ്ട. അപ്പൊ അവരെ നമ്മളെ കെയർ ചെയ്യണമല്ലോ. അതില്ലെങ്കിൽ നമ്മളുടെ അടുത്ത് സാധനം വാങ്ങിച്ചില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഈ സാധനം ഇതാണ് അതിന്റെ റേറ്റ്, ഈ റേറ്റ് നമ്മൾ സാധനം കൊടുക്കും. അതാണ് അൽജമാലിന്റെ വളർച്ച. നമ്മളെന്നും വളർന്നുകൊണ്ടിരിക്കുന്നു, നമ്മളെന്നും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. ഇപ്പൊ ഈ ബിസിനസ്സിനെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടങ്ങളിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മൾ ടൈൽസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, മെയിൻ ഓൾ കവറിന്റെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പലയിടത്തുനിന്നും. അത് നമ്മുടെ ഒരു ബെനിഫിറ്റാണ്. കസ്റ്റമറിന് ഡയറക്റ്റ് നമ്മൾ ഹോൾസെയിൽ ചെയ്തിരുന്നു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എത്ര സ്റ്റാഫ് ഉണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ? ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ 40 സ്റ്റാഫ് ഉണ്ട്. അവരാണ് നമ്മളുടെ
സപ്പോർട്ട്, നമ്മുടെ ഹെൽത്ത് മെയിൻ എന്ന് പറഞ്ഞാൽ അവരാണല്ലോ നമ്മുടെ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ നാടി ഞരമ്പ് അവരാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലുത്. അവരേറ്റവും നല്ല രീതിയിൽ തന്നെയാണ്. പിന്നെ അവർ തന്നെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. ഇപ്പം നമ്മൾ സിസ്റ്റം നോക്കുമ്പോൾ സിസ്റ്റം പ്രകാരം എല്ലാ മെറ്റീരിയൽസും അവർ തന്നെയാണ് എല്ലാം ഓർഡർ ചെയ്യുന്നത്, പിടിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ആളായിട്ട് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ സന്ദർശിച്ചതിൽ ഇഷ്ടമുള്ള രാജ്യം ഏതാണ്? ഇഷ്ടമുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മള് പോയതൊക്കെ ഇഷ്ടമുള്ള രാജ്യങ്ങൾ തന്നെയായിരുന്നു. ആംസ്റ്റർഡാമിൽ നമുക്കൊരു മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യം ഉണ്ടാവും പോകുന്നതിൽ. അതിൽ UK ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. UK ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. എത്ര നാൾ താമസിച്ചു അവിടെ? ഒരിക്കൽ പോയിട്ട് 5 ദിവസം താമസിച്ചു, ഒരിക്കൽ പോയിട്ട് 10 ദിവസം താമസിച്ചു. അപ്പൊ അവിടെയൊക്കെ അന്വേഷിച്ചു പോയി നമ്മുടെ ഈ ബിസിനസ്സും അവിടുത്തെ ബിസിനസ് ഒക്കെ എങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യാൻ പോകും. ബിസിനസ് ബുദ്ധിപരമായിട്ട് അടക്കം അത് ഓക്കെ, പക്ഷെ നമ്മള് എൻജോയ് ചെയ്യുമ്പോൾ നമ്മള് ബിസിനസ് മാറി നിൽക്കും. ഈ എൻജോയ് ഇടക്കിടക്ക് പറയുന്നത് എന്താണ് എൻജോയ്? എൻജോയ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. നല്ല ഫുഡ് കഴിക്കുക, നല്ല കാഴ്ചകൾ കാണുക, അതൊക്കെ തന്നെയാണ് എൻജോയ്. അല്ലാതെ നമ്മള് ബിസിനസ് ഇവിടെ ഖത്തറിൽ നടക്കുമ്പോൾ നമ്മള് UK പോയി കഴിഞ്ഞാല് പിന്നെ നമ്മുടെ മനസ്സിന് എന്താ എൻജോയ് എന്തൊരു സന്തോഷം ചെയ്യാൻ പറ്റും? ഒന്നുമില്ല. സംഗീതമായിട്ടൊന്നും കാര്യമായിട്ട് ബന്ധമില്ല. പാട്ടുകൾ പാടും, പക്ഷെ കൂടുതലും മുസ്ലിം പാട്ടുകളാണ്. പിന്നെ മണിയുടെ പാട്ടൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അത് ഞങ്ങൾക്കൊരു തീരാനഷ്ടമാണ്. അത് വല്ലാത്തൊരു നഷ്ടമാണ്. എപ്പോഴും ഞങ്ങള് ട്രാവൽ ചെയ്യുമ്പോ എല്ലാവരും കൂടി ഇരിക്കുമ്പോ നമ്മള് മണിയുടെ പാട്ട് ആദ്യം പാടും, മുമ്പൊക്കെ പാടും എന്ന് പറയും. അപ്പൊ നമ്മൾ ആ പാട്ടൊക്കെ ഒന്ന് പാടി കൊടുക്കും. ആദ്യത്തെ ഒരു 8 വരി പാടും. വേണ്ട, ഇവിടെ 2 വരി പാടി. അയ്യോ, സന്തോഷത്തിനാണ്. ഓടണ്ട ഓടിത്തളരണ്ട ഓമേനെ പൂമുഖം വാടിടണ്ട ഓമേനെ പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമേനെ ചുണ്ടത്തൊരുമ നൽകാം. ഓടിന്റെ അരികാണ് വീടിനടയാളം ചീമക്കൊന്ന. അല്ല, നിങ്ങളെ പോലത്തെ പ്രവാസികളും ബിസിനസ്സുകാരും ഒക്കെ ഇതുപോലെ ഒരു എന്റർടൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യം. അതെ, നമ്മള് പാട്ടുകൾ നല്ല പാടും. എല്ലാ പാട്ടിന്റെയും ആദ്യത്തെ 4 വരി നമ്മൾ പാടും. ഒരു മണിയുടെ പാട്ടുകൾ നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ്. പിന്നെ മുസ്ലിം പാട്ടുകൾ അതെല്ലാം നമ്മളിങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ കിട്ടുമ്പോഴാണ് നമ്മളിങ്ങനെ അതിങ്ങനെ വരുന്നത്. മക്കള് പഠനം മക്കള് 5 പേരാണ്. മൂത്ത മോനെ കൂടെ ഇപ്പൊ ബിസിനസ് MBA കഴിഞ്ഞു. എന്റെ കൂടെ ബിസിനസ്സിൽ പിന്നെ കൂടെ ഉണ്ട്. അവൻ തന്നെയാണ് കൂടുതൽ ഇപ്പോ. മെഹബൂബ്. പിന്നെ രണ്ടാമത്തത് മോളാണ്. അവളെ കല്യാണം കഴിച്ചു. അവര് ഫാമിലി ഇവിടെ തന്നെ ഉണ്ട്. ഹസ്ബൻഡ് നല്ല ജോലിയാണ്. കുട്ടികളൊക്കെ രാജഗിരി സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ തന്നെ പഠിക്കുന്നുണ്ട്. മൂന്നാമത്തെ മോന് മൊഹസിൻ, അവൻ ആർക്കിടെക്ടറാണ്. ഇപ്പോ ബാംഗ്ലൂരിൽ നിന്ന് ആചാര്യ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തു. ഇവിടെ വന്നൊരു 3 വർഷം ജോലി എടുത്തു. കല്യാണമൊക്കെ കഴിഞ്ഞു. അവളും ആർക്കിടെക്ടറാണ്. നൗഷീൻ കോട്ടക്കൽ നിന്നാണ് അവൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. ഒരു 2 പേരും ഇപ്പൊ UK യിലാണ്. അവര് PG എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. 29 തീയതി തിരിച്ചെത്തുന്നുണ്ട്. 4ാമത്തെ മോൻ ജോർജിയയിലാണ്. മെഡിസിനാണ്. 5ാമത്തെ വർഷമാണ്. 5ാമത്തെ മോള് ഇപ്പൊ സൈക്കോളജി BSc സൈക്കോളജിക്ക് ബാംഗ്ലൂര് മംഗലാപുരം ഏനപ്പായ കോളേജിലാണ്. ഇപ്പൊ ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് ദിവസം ഞങ്ങൾ ഹാപ്പിയാണ്. സന്തോഷം. എല്ലാ മക്കൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അത് തന്നെയാണ് നമ്മളത്. വിദ്യാഭ്യാസം ആർക്കെങ്കിലും നമ്മൾ ഇതിന് കഴിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. ഞാനിപ്പോ ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും പൊതുവായിട്ട് നമ്മൾ പറയാറില്ല, ആരോടും തരില്ല. ആർക്കെങ്കിലും നമ്മൾ അറിയുന്ന കുട്ടികൾ ഇത് പഠിക്കാൻ താല്പര്യമുണ്ട്, അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല, നമ്മളെ ഭാഗത്ത് എന്ത് സപ്പോർട്ടും നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. ഇതില്ലേ ഈ എടപ്പാള് തെക്കനത്തേതിലുള്ള തറവാട്ട് വീട്ടിൽ ചെന്ന് ഉമ്മ ഉണ്ടാവും അവിടെ അല്ലെ? ഉമ്മേന്റെ പേര് ആയിഷമ്മനോട് പറഞ്ഞാൽ മതി. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് മകനെ അറിയിക്കണമെന്ന് പറഞ്ഞാൽ മകൻ തയ്യാറാണ്. അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ പഠിക്കാനുള്ള നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു. വലിയ മനസ്സിനുള്ളവർക്ക്. കാരണം പഠിക്കാന്ന് പറഞ്ഞത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എനിക്കതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഞങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥ അന്നത്തെ വളരെയധികം മോശപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ കുടുംബം വിപുലമാക്കാൻ വേണ്ടിയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ നാട് വിട്ടു. പക്ഷെ ഇന്നത്തെ പല പ്രമുഖ വ്യവസായികളും എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്തെ മാക്സിമം ഒരു പ്രീ ഡിഗ്രി അത്രേ ഉള്ളൂ. അത് നേരെ വിദേശ രാജ്യങ്ങൾ. അല്ല, അന്നത്തെ പ്രീ ഡിഗ്രി എന്ന് പറയുന്നത് ഇന്ന് BCom പോയാലും വലിയ BSc പോയാലും കിട്ടില്ല. ആ അറിവൊന്നും ഇല്ല അവർക്ക്. കാരണം അന്ന് SSLC കഴിയുമ്പോ തന്നെ അത്യാവശ്യം നോളജായി. എങ്ങനെയാണ് നിങ്ങൾ ഈ
ബിസിനസ്സുമായിട്ട് സർക്കാരിനുള്ള ഗവൺമെന്റ് നല്ല സപ്പോർട്ടാണ്, എല്ലാ തരത്തിലും നമുക്ക് നല്ല സപ്പോർട്ടുകളാണ്. ഒരു വിധത്തിലും നമുക്ക് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഗവൺമെന്റ് അവരുടേതായ റൂൾസുകളാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിനെക്കാട്ടും വളരെ പെർഫെക്റ്റ് ആണ് ഇവിടെ. നമ്മൾ സെക്യൂറാണ് ഇവിടെ, വളരെ സെക്യൂറാണ് ഇവിടെ. നമ്മുടെ പ്രോപ്പർട്ടികൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ കൊണ്ടുനടക്കാനും നമുക്ക് ഒരുവിധ പ്രശ്നങ്ങളുമില്ല. പിന്നെ റൂൾസിനെ നമ്മൾ മറികടന്നു പോകുമ്പോൾ എന്തായാലും ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ നമുക്ക് എന്തായാലും നമ്മൾ ഉണ്ടായിരിക്കും. അതില്ലാതെ നമുക്ക് അതിന് മാറ്റങ്ങളൊന്നുമില്ല. ഏതായാലും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ സന്തോഷവാനാണ്. തീർച്ചയായിട്ടും ഒരുപാട്, കുറച്ചൊന്നല്ല, ഒരുപാട് സഫലം ഈ യാത്ര തീർച്ചയായും സഫലമാണ്. കാരണം ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വന്ന് നമ്മൾ ഈ രീതിയിൽ എത്തുക എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷിക്കേണ്ട, എപ്പോഴും ഞാൻ സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കളോട് പറയും, മക്കളെ നിങ്ങളെ ഒന്നും അറിഞ്ഞിട്ടില്ല, ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിലാണ് പോകുന്നത്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മൾ ഇപ്പോൾ വന്ന വഴി നിങ്ങൾ മറക്കരുത്. കാരണം നമ്മുടെ കുടുംബം എങ്ങനെയാണോ നമ്മൾ ജീവിച്ചു പോകുന്നത്, നിങ്ങളുടെ ചെറുപ്പകാലത്ത്, അവരുടെ ചെറുപ്പകാലത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് അവർ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ താഴ്ന്നുള്ളവരുടെ, താഴേക്കിടയിലുള്ളവരുടെ മറക്കരുത്. അവരുടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാം. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ അവരെ സഹായിക്കുക. അപ്പൊ അതാണ് നമ്മുടെ ജീവിതത്തിൽ. അത് ഒരിക്കലും നിങ്ങൾ കൈവിടരുത്. ഒരാളെ ഒന്ന് നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾ അറിയിച്ചാൽ നമ്മളെ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് പറഞ്ഞേക്കാം. ഈ ജീവിതത്തിൽ പ്രചോദനമായ ഒരു വ്യക്തി ഉണ്ടാവും, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അത് നമ്മുടെ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള അനുഭവങ്ങൾ കൊണ്ടും അനുഭവം കൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പറയാറുണ്ടല്ലോ മാഷ്, നമ്മളെ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് മാഷ്, നിങ്ങളുടെ അനുഭവം, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുരുനാഥൻ ആരാന്ന് ചോദിച്ചാൽ അത് ജീവിതത്തിലെ അനുഭവമാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുരുനാഥൻ. അത് ഏത് ഫീൽഡിൽ പോയാലും നമുക്ക് അവിടെ ഒരു അനുഭവം ഉണ്ടായിരിക്കും. കൂടെ കൂട്ടുന്ന യാത്രക്കാർ, നമ്മുടെ കൂടെ കൂട്ടുന്ന ഒരു യാത്രയിൽ കൂടെ കൂട്ടുന്ന ഒരു കൂട്ടുകാരുണ്ടാവില്ലേ? നമ്മുടെ മതത്തിൽ പറയുന്നത് എന്താണ്? ഒരു മനുഷ്യന് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ അവന്റെ കൂടെ 3 ദിവസം യാത്ര തിരിക്കണം എന്നാണ്. അതല്ലെങ്കിൽ മറ്റൊരുത്തിന് കടം കൊടുത്തിരിക്കണം. അവിടെ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഭക്ഷണ സമയങ്ങളിൽ അവന്റെ കൂടെ കൂട്ടണം, അപ്പോഴും നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾക്ക് അനുഭവങ്ങളുടെ ഏറ്റവും വലിയ അനുഭവം, നമ്മൾ സ്വാധീനിച്ച പല വ്യക്തികൾ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുരു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും എൻ്റെ അനുഭവങ്ങൾ, 18 വയസ്സ് മുതൽ എൻ്റെ ഓർമ്മകൾ എപ്പോഴും പല സമയങ്ങളിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ആ ഓർമ്മകൾ എന്നും എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും. ഈ ഉയർച്ച താഴ്ചകളൊക്കെ വരുമ്പോൾ അതിന് എങ്ങനെയാണ് സാറ്? തീർച്ചയായും ദൈവത്തിൽ വിശ്വസിക്കുക, പടച്ചവനിൽ വിശ്വസിക്കുക. കഷ്ടപ്പെടുത്തില്ല. കാരണം ഞാൻ എൻ്റെ ഒരു സമയത്ത് 2010 ബിസിനസ്സിൽ നിന്ന് ഞങ്ങൾ പാർട്ട്ണർഷിപ്പ് പിരിയുന്ന അവസരത്തിൽ നല്ല ഹൈ ലെവലിലായിരുന്നു. ഈ പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞ അവസരത്തിൽ വളരെയധികം നേരെ വന്ന് സീറോയിലേക്ക് വന്നത്. പക്ഷെ എനിക്ക് മനസ്സിനൊരു കോൺഫിഡൻസ്, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇമോഷണൽ ആവുക എന്താ വെച്ചാൽ, നിങ്ങൾ കഷ്ടപ്പെടില്ല എന്നൊരു വാക്കാണ് അവൾ എന്നോട് പറഞ്ഞത്. അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കൂടെ നിന്ന എൻ്റെ പാർട്ട്ണർ അന്ന് എന്നെ ഒരുപാട് മനസ്സിൽ പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾ കഷ്ടപ്പെടില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയാണ്. ഭാര്യയുടെ പേര് നഫീസ. എടപ്പാളാണ് സ്വദേശം, ഹംസക്കച്ചേരിയാണ് വീട്. അങ്ങനെയാണ് ജീവിതത്തിൽ എപ്പോഴും ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തനാണ്. തീർച്ചയായിട്ടും യാത്രയിൽ വന്ന് 100% ഞാൻ സംതൃപ്തനാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഞാൻ സംതൃപ്തനായി. എന്തെങ്കിലും ഒരു മെസ്സേജ് പുതിയ തലമുറക്ക് കൊടുക്കാനുണ്ടോ? പുതിയ തലമുറക്ക് കൊടുക്കാനുള്ളത്, നമുക്ക് മെസ്സേജ് കൊടുക്കാൻ, എവിടെയും നമ്മൾ എന്ത് നഷ്ടങ്ങളോ ലാഭങ്ങളും വന്നാലും നമ്മൾ ഒരിക്കലും പതറരുത് എന്നുള്ളതാണ്. ജീവിതത്തിൽ നമ്മൾക്ക് നഷ്ടകഷ്ടങ്ങൾ പലതും സംഭവിക്കും. സ്വന്തം മക്കൾ വരെ നഷ്ടപ്പെടും, മാതാപിതാക്കൾ നഷ്ടപ്പെടും, ഭാര്യ. പക്ഷെ അവിടെ എവിടെയും പതറരുത്. പതറിക്കഴിഞ്ഞ് നമ്മുടെ ജീവിതം നമുക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും. ഏത് യാത്രയിലും നമ്മുടെ കൂടെ ദൈവമുണ്ട്, അല്ലെങ്കിൽ പടച്ചവനുണ്ട് എന്നുള്ള ഒരു വിശ്വാസം അതാണ് എൻ്റെ വിശ്വാസം. അതാണ് ഞാൻ എന്നും വിശ്വസിക്കുന്നത്. എന്നെ എവിടെയും പടച്ചവൻ കഷ്ടപ്പെടുത്തില്ല. കാരണം എൻ്റെ ജീവിതം അതാണ്. ചീത്തതായ ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളൊരു പ്രവർത്തനങ്ങൾ നമുക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റ് ചെയ്യരുത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്.
മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എവിടെയും ഒന്നും നഷ്ടപ്പെടാനില്ല, എവിടെയും നഷ്ടപ്പെടില്ല. കാരണം പല ഘട്ടങ്ങൾ, പല പ്രതിസന്ധികൾ വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. കാരണം ഇപ്പോഴും ഞാൻ പല സമയത്തും പറയാറുണ്ട്, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു തീരുമാനം എടുക്കാൻ നമ്മൾ പുറപ്പെടുമ്പോൾ പടച്ചവനെ അർപ്പിക്കുക, നമ്മൾ റബ്ബിൽ തവക്കലാക്കുക. നമ്മൾ പറയാറുണ്ട് മുസ്ലിം സമുദായത്തിന് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ആ ഒരു വാക്കാണ് എന്നെ എൻ്റെ ജീവിതത്തിൽ ഈ സമയം വരെ, ഈ സമയത്ത് എത്തിച്ചിട്ടുള്ളത്. ഞാൻ എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും പടച്ചവനെ അർപ്പിച്ചുള്ള ആ വിശ്വാസം, ഞാൻ വേറെ ആരും ഒന്നും ചോദിക്കില്ല, എല്ലാവരോടും പറയും നിങ്ങൾ ദുആ ചെയ്യണം പറയും. പക്ഷെ അവസാന വാക്ക് എൻ്റെതാണ്, പടച്ചവനിൽ അർപ്പിക്കുക, നമ്മുടെ എല്ലാ ദൈവത്തിൽ അർപ്പിക്കുക. ദൈവം ഒന്നേ ഉള്ളൂ. നമ്മൾ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾക്ക് ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അതാണ് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്. സഫലമീ യാത്ര സന്തോഷത്തോടെ ഇവിടുന്ന് പിരിയുകയാണ്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ എല്ലാവരോടും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഞാൻ അറിയാതെ പെട്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാമാണെന്നുണ്ട്. ദർശന TV അവതരിപ്പിക്കുന്ന സഫലമീ യാത്ര മാസ്റ്റർ വിഷൻ പ്രസന്റ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ സാറിനെ പോലുള്ള ബിസിനസ്സുകാരെ ഒന്നുമില്ലാണ്ട് ഇവിടെ വന്ന് തൻ്റെതായ ഒരു ചെറിയ സാമ്രാജ്യം കെട്ടിപ്പൊക്കി അവരുടെ ജീവിതകഥ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ഞങ്ങൾ സന്തോഷമാണ്. കാരണം ഒരുപാട് എക്സ്പീരിയൻസ് എടപ്പാളിയിൽ നിന്ന് വന്നു, ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച 3 സ്ഥാപനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന മുഹമ്മദ് തെക്കിനത്തേനി ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്ത് എന്ന് വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ സ്ഥാപനത്തിന് ഇനിയും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഫലമീ യാത്ര ഇന്നിവിടെ അവസാനിക്കുന്നു. പുതിയ അതിഥിയുമായി വീണ്ടും വരാം.